ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫിൻ്റെ അതേ രുചിയിൽ നമുക്ക് എങ്ങനെ കൂർക്ക മസാലക്കറി തയ്യാറാക്കാം എന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു 2 പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ റെസിപ്പീസ് കണ്ട് ട്രൈ ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്തിട്ട് അയച്ചു തരികയാണെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ പിക്ചേഴ്സ് ഒന്ന് കാണൂ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സ്റ്റവ് ഓണാക്കി കൊടുത്തിട്ടില്ല. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് സ്റ്റവ് ഓണാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 5 ചെറിയുള്ളി ഇതേപോലെ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 5 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതൊരു 10 മിനിറ്റ് പിടിക്കും ഇതൊന്ന് നന്നായിട്ട് വറുത്ത് കിട്ടാനായിട്ട്, ആ ബ്രൗൺ കളറൊക്കെ ആയി വരാനായിട്ട്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതവിടെ ഏകദേശം കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളറായി വരണം. നമ്മുടെ ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടണം. അപ്പോൾ അതവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മഷി പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് കൂട്ടിയെടുക്കണം. അപ്പോൾ അതാ ഞാൻ കൂർക്ക തലേ ദിവസം തന്നെ നന്നാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് അതൊന്ന് ആറി വന്നപ്പോഴത്തേക്കും ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതേപോലെ തലേ ദിവസം ഈ കൂർക്കയും അതേപോലെ നമ്മുടെ ഈ തേങ്ങ വറുത്തരച്ചതും റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് നല്ലൊരു കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ കൂർക്ക വേവിച്ചത് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇത് നിങ്ങൾ മൂടി വെച്ച് അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് മതി. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കറി കുറുകി വരും. അപ്പോൾ അതവിടെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ, നമ്മുടെ കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇനി ഇരിക്കുന്തോറും ഒന്നും കൂടി കുറുകി വരത്തേ ഉള്ളൂ. അപ്പോൾ ഈ പാകത്തിന് നമുക്ക് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ചാറ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ചാറ് ഉണ്ടാവില്ല. അപ്പോൾ അതവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കടുക് വറുത്തിടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അത് ആ പാൻ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഉണക്കമുളക്, കറിവേപ്പില, അതേപോലെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കറിയിലേക്ക് തളിച്ചൊഴിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൂർക്ക മസാലക്കറിയാണ്. നിങ്ങൾ ഈ കൂർക്ക തലേദിവസം വേവിച്ച് വയ്ക്കുക. അതേപോലെ ഈ അരപ്പും തലേദിവസം റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു കറിയാണ്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും താങ്ക് യു.